is a dreamer who never gives up. വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാബ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഒരു വിന്നർ ആണല്ലേ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നർ ആകാൻ പറ്റുന്ന അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പോകുന്നത്. ഏതാണ് എക്സാം? USS എക്സാം അല്ലെ. നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പഠിച്ച് കോൺസെൻട്രേറ്റ് ആയി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് വിന്നർ ആകാൻ പറ്റും. USS എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബേസിക് സയൻസിൽ USS എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ബേസിക് സയൻസിന്റെ എല്ലാ തരത്തിലും എന്താണ്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വരുന്നുണ്ട് അല്ലെ. നമുക്ക് ബേസിക് സയൻസ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ എല്ലാതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യണം മക്കളെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നമുക്ക് നോക്കാം. In which crop did Green Revolution take place for the first time in India? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏത് വിളയിൽ എന്നാണ് ചോദിക്കുന്നത്. പാഡി, നെല്ല്, വീറ്റ്, ഗോതമ്പ്, വെജിറ്റബിൾ, പച്ചക്കറികൾ, മെയ്സ്, ചോളം. ഏതിലാണ് മക്കളെ ഗ്രീൻ റവല്യൂഷൻ ആദ്യമായിട്ട് നടക്കുന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, അത് വീറ്റിലാണ്, ഗോതമ്പിലാണ് നമുക്കറിയാൻ പറ്റും അല്ലെ. സോ നമുക്ക് എന്താണ് ഹരിത വിപ്ലവം എന്നുള്ള കാര്യം ഓഫ് കോഴ്സ് നമുക്കറിയണം. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അഡോപ്റ്റിംഗ് advanced farming method and artificial fertilizers, pesticide productivity, high seed, also experimented for vigorous agricultural growth. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അഗ്രികൾച്ചർ ഗ്രോത്ത് ഒരുപാട് മുന്നോട്ടായി അല്ലേ. നമ്മൾ ട്രാക്ടേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ അഗ്രികൾച്ചറിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. കാർഷിക മേഖലകളിൽ ചടുലമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സോ അതിന്റെ വിപ്ലവകരമായ ഈ മുന്നേറ്റത്തെ പണ്ട് കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാർഷിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞല്ലേ. സോ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാ മക്കളെ? നിങ്ങൾ ഓൾറെഡി അതും അറിഞ്ഞിരിക്കണം, കാരണം നമുക്ക് GK എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. സോ ആരാണ് മക്കളെ? MS സ്വാമിനാഥൻ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ വിത്തനമായിട്ടുള്ള ഗോതമ്പില് പരീക്ഷണം നടത്തിയത് ഇദ്ദേഹമാണ്, MS സ്വാമിനാഥൻ. ഇപ്പൊ അടുത്താണ് അദ്ദേഹം മരണമടഞ്ഞത്. സോ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ മാക്സിമം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? മാതൃസസ്യത്തിന്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന, പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? Name the method of producing new plant by sprouting roots from the branches of the mother plant. ടിഷ്യൂ കൾച്ചർ, മുകുളമുട്ടികൾ, വർഗസങ്കരണം, പതിവെക്കൽ. ടിഷ്യൂ കൾച്ചർ, ബഡിംഗ്, ലെയറിംഗ്, ഹൈബ്രിഡൈസേഷൻ. ഏതാണ് മക്കളെ ആൻസർ വരുന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ലെയറിംഗ് ആണ്, പതിവെക്കലാണെന്ന് നമുക്കറിയാം അല്ലെ. സോ എന്താണ് ലെയറിംഗ്? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയണം. ലെയറിംഗ് നമ്മൾ ആദ്യം തന്നെ ഒരു ചെടി സെലക്ട് ചെയ്യുന്നു. ആ ചെടിയുടെ നല്ലൊരു കൊമ്പ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ടുള്ള കൊമ്പിൽ നമ്മൾ പീൽ ഓഫ് ചെയ്ത് കളയുന്നു, തൊലി ചെത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ നമ്മൾ തൊലി ചെത്തി മാറ്റാണ്. അത് കഴിഞ്ഞ് അവിടത്തോട്ട് നമ്മൾ ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത മിശ്രിതം നന്നായിട്ട് എന്ത് ചെയ്യാണ്, അതിൽ വെച്ച് കെട്ടിവെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള വാട്ടർ കണ്ടന്റ് നമ്മൾ അതിലോട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ വളർന്നു വരുന്ന വേരുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ച് മാറ്റി ചട്ടിയിൽ സംരക്ഷിച്ച് പുതിയതായിട്ടുള്ള പ്ലാന്റ് ആക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ സെലക്ടഡ് ബ്രാഞ്ച് ഓഫ് എ പ്ലാന്റ് ഫ്രം സാപ്ലിംഗ് ഈസ് പ്രൊഡ്യൂസ് and the branch must be pencil thick. ഈ ഒരു പെൻസിൽ വണ്ണത്തിലായിരിക്കണം. അതിൽ നമ്മൾ ചെറുതായിട്ട് 1 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യാണ്, പീൽ ഓഫ് ചെയ്ത് കളയുകയാണ്, ബാർക്ക് പീൽ ഓഫ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, പീൽ ഓഫ് ചെയ്തിട്ടുള്ള പാർട്ടിലോട്ടുള്ള സ്ലൈറ്റ്ലി ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റുകൾ ആഡ് ചെയ്യാണ്, വാട്ടറും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് ഫൈബർ, സോയിൽ, സോഡസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ റാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്യുന്നു, ഒരു പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് റാപ്പ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട് സംഭവിക്കുന്നു അല്ലേ. ആൻഡ് സ്പ്രൗട്ട് ചെയ്ത സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. റെഡി അല്ലേടെ മക്കളെ? സെറ്റ് അല്ലേ? സോ എന്താണ് ഈ ഒരു പ്രോസസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബഡിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ദ ബ്രാഞ്ച് ഓഫ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്? മിസ് പറഞ്ഞു ഗ്രാഫ്റ്റിംഗും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. സോ ഗ്രാഫ്റ്റിംഗിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരെന്താ? സയൻ സ്റ്റോക്ക്, ബഡ്, റൂട്ട് സ്റ്റോക്ക്. ഏതാണ് മക്കളെ വരിക? നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. സയൺ ആണ്, അഥവാ നമ്മൾ എന്ത് പറയും? മലയാളത്തിൽ നമ്മൾ സയൺ തന്നെ പറയാം അല്ലേ. സയൺ ആണ് എന്തായിട്ട് വരുന്നത്? ഒട്ടുകമ്പ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒട്ടിക്കുന്ന കമ്പനിയെ നമുക്ക് ഒട്ടുകമ്പെന്നും പറയാം. സയൺ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലെയറിംഗ് ഏതാണ് നമ്മുടെ ചോദിച്ചാൽ ഗ്രാഫ്റ്റിംഗ് അല്ലെ. ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്കറിയണം. എങ്ങനെയാ മക്കളെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം? നമ്മൾ 2 പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നു. ഒന്ന് സ്റ്റോക്ക് എന്ന് പറയും. നമ്മൾ എന്താണ് എല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. എല്ലാ സാധനങ്ങളും നമുക്ക് എന്താണ് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ വേരോട് കൂടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒട്ടിക്കുന്ന ആ കൊമ്പിനെ നമ്മൾ സയൺ എന്ന് പറയുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്റ്റോക്കിനെയും ഒരു സയണിനെയും ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു സെലക്ട്. നമ്മളത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് പീൽ ഓഫ് ചെയ്ത് കളയുന്നു. ബാർക്ക് ഏതിന്റെ? നമ്മുടെ സയണിന്റെ പീൽ ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇതേപോലെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ എന്ത് ചെയ്ത് വെക്കുന്നു മക്കളെ? രണ്ടും കൂടെ ഒരു ജൂട്ട് വാൻ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ട് അത് കവർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മോയ്സ്ചർ കണ്ടന്റും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ മുകൾ ഭാഗം, നമ്മുടെ സ്റ്റോക്കിന്റെ മുകൾ ഭാഗവും സൈഡിന്റെ താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. സോ ഗ്രാഫ്റ്റിംഗ് എന്നല്ലേ മക്കളെ വരുന്നത്? യെസ്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് മിസ് വിചാരിക്കുന്നു. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് പഠിച്ചു വെക്കാം. ദെൻ മാവിനങ്ങളിൽ സ്റ്റോക്ക് ആയി തിരഞ്ഞെടുക്കുന്നത് ഏതിനെയാണ്? വിച്ച് വെറൈറ്റി ജനറലി സെലക്ടഡ് ആസ് എ സ്റ്റോക്ക് ഫോർ ഗ്രാഫ്റ്റിംഗ്? മാംഗോ ട്രീ. ഒരു മാംഗോ ട്രീ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ആരെ എടുക്കേണ്ടത്? മൂവാണ്ടൻ മാവാണോ, നാടൻ മാവാണോ, മൽഗോവയാണോ, സിന്ദൂരിയാണോ ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും വരാ? നമ്മൾ ഏതാ സെലക്ട് ചെയ്തത്? സ്റ്റോക്കാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മെജോറിറ്റി ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ നാടൻ മാവിലാണ്. ഇൻഡിജിയസ് മാംഗോ ട്രീയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? സ്റ്റോക്ക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും സയൻ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഗ്രാഫ്റ്റിംഗിന്റെ കേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജൈവ കൃഷി രീതി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തന്റെ പുരയിടത്തിൽ ഏത് തരം വളപ്രയോഗമാണ് നടത്താൻ സാധ്യതയുള്ളത്? വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ഡസ് ദ ഓർഗാനിക് ഫാമിംഗ് യൂസ് ഓഫ് ഹിസ് ഫാം? കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ, ഫാക്ടം ഫോസ, യൂറിയ, കെമിക്കൽ ഫെർട്ടിലൈസർ. കമ്പോസ്റ്റ് വളം, എൻഡോസൾഫാൻ, രാസവളം, ഫാക്ടം ഫോസ. ഇതിൽ ഏതായിരിക്കും യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ എൻഡോസൾഫാൻ, രാസവളം, ഫാക്ടം ഫോസ് എന്നെല്ലാം പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പെടുന്നതാണ്. അത് നല്ലതാണ്. ജൈവ കൃഷി രീതി ആഗ്രഹിക്കുന്ന ഒരാള് ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഏതാണ്? കമ്പോസ്റ്റ് ആണ്, കമ്പോസ്റ്റ് വളമാണ്. അത് ഒരിക്കലും പ്രകൃതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. ബയോ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ബാക്കിയെല്ലാം കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നതെല്ലാം പൊല്യൂഷൻ ഉണ്ടാക്കും, അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂ ഉണ്ടാക്കും, നമുക്ക് തന്നെ അത് ഡിസീസസ് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് കെമിക്കൽ ഫെർട്ടിലൈസറിനേക്കാൾ ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ വേണ്ടാത്ത നമ്മളെ ഫുഡ് ഐറ്റംസിലൊക്കെ നമുക്ക് ഫുഡുകളിലായിട്ട് വലിച്ചെറിയുന്ന സാധനങ്ങളിൽ ഈ പച്ചക്കറികൾ പോലെയുള്ള മണ്ണിൽ അഴുകിച്ചേരുന്ന ആളുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ അതിൽ കുറെ ലെയർ ആയിട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പോസ്റ്റ് വളമായിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റൈസോബിയം ബാക്ടീരിയ വിച്ച് ഇസ് capable of converting atmospheric nitrogen into nitrate is found in the root of which plant എന്നാണ് ചോദിച്ചത്. which plant? Yes. അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന റൈസോബിയം ബാക്ടീരിയകൾ ഏതിനം സസ്യങ്ങളുടെ വേരുകളിലാണ് കാണപ്പെടുന്നത്? ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മെജോറിറ്റി എല്ലാത്തിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. തെങ്ങിലാണോ, പയറിലാണോ, ചീരയിലാണോ, വെണ്ടയിലാണോ? കോക്കനട്ട് ട്രീ, പീ, അമരാന്തസ്, ലേഡീസ് ഫിംഗർ. ഏതിലാണ് മക്കളെ വരാ? നമുക്കറിയാം പയർ വർഗ്ഗങ്ങളിൽപ്പെട്ട ലെഗുമിനസ് പ്ലാന്റ്സിലാണ് എന്ത് കാണപ്പെടുന്നത്? പീ പോലെയുള്ള പ്ലാന്റ്സിലാണ് എന്ത് കാണുന്നത്? ഇതുപോലെയുള്ള ബാക്ടീരിയകൾ കാണുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ പഠിക്കുന്നുണ്ടായിരുന്നു. ലെഗുമിനസ് പ്ലാന്റ്സ്, പയർ വർഗ്ഗങ്ങളിൽ കാണുന്ന ആളുകളെ പറ്റി അല്ലേ. അപ്പൊ പയർ വർഗ്ഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൈട്രജൻസ് കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയകൾ എവിടെ കാണുന്നത്? റൂട്ടിൽ കാണുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ എന്താണ് റൗണ്ട് ആയിട്ട് ആ റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന കുറെ റൗണ്ടുകൾ കാണാം അല്ലേ. അതെന്താണ്? ബാക്ടീരിയകളുടെ പ്രസൻസ് ആണ്.
അവരെന്ത് ചെയ്യുന്നു, അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റൈസോബിയം പോലെയുള്ള ബാക്ടീരിയകൾ, അസിറ്റോബാക്ടർ പോലെയുള്ള ബാക്ടീരിയകൾ എല്ലാം ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് വളരെയധികം അത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സോ സം ബാക്ടീരിയ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. റൈസോബിയം വിച്ച് ഇസ് വൺ ഓഫ് ദ ബാക്ടീരിയം. അതിനുള്ള ഒരു ഉദാഹരണമാണ് റൈസോബിയം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് സാധനത്തിൽ പി, മിമോസ, കോപ്പൻ, ടെർഫോസിയ, ഹോസ്ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ഇതിലെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്, ഇതുപോലെയുള്ള ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെഗുമിനസ് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇതുപോലെയുള്ള ബാക്ടീരിയകളാണ്. റീസൺ എന്താ ചോദിച്ചാൽ നൈട്രോജനെ നൈട്രേറ്റുകളാക്കി മാറ്റി പ്ലാന്റ്സിന് വേണ്ട എലമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേടെ മക്കളെ? സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് എന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം നിങ്ങൾ പഠിക്കുക. USS എക്സാം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ച് ക്രാക്ക് ചെയ്യണം. സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ പഠിക്കാൻ പറ്റിയ സമയമാണ്. മാക്സിമം നിങ്ങൾ അത് യൂസ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോണ്ടന്റ് വീഡിയോസും പബ്ലിക് ലൈവുകളും എല്ലാം കാണുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ബൈ ബൈ, സി യു.